ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനവും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പുകാരിയായത്? പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ്. അപ്പോൾ നമ്മുടെ ജസ്ന സലീം കൃഷ്ണന്റെ പടം വരച്ചു, നരേന്ദ്രമോദിക്ക് അത് കൊടുത്തു. അത് ഈ പറഞ്ഞ നരേന്ദ്രമോദി ട്വിറ്ററിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിൽ അവരെ കുറെ സൂക്ഷിച്ചിട്ടുണ്ട്. അതും ഈ പടം വരെയായിട്ട് എന്താ ബന്ധം എനിക്കറിയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ഒരു പാഷനാണ് പടം വരയ്ക്കുക എന്നുള്ളത്. അതിന് മതം, അങ്ങനെ ജാതി, അതൊന്നുമില്ല. കൃഷ്ണന്റെ പടം വരച്ചു, അത് തെറ്റായി പോയി. അതിന് ഈ പറഞ്ഞ കുറെ ആൾക്കാർ അതിൽ പ്രതികരിക്കുക, ഈ മുസ്ലിമുകളോടൊക്കെ എതിരാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാക്കി കിടക്കുക. എനിക്കറിയില്ല ഈ സമൂഹം എങ്ങോട്ടാണ് ഈ പോകുന്നത്. അപ്പൊ അത് പിടിക്കാതെ നിരന്തരം അവരെ സൈബർ ബുള്ളിങ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു പുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇവർക്കെതിരെ ഒരു സംഭവം ഉണ്ടായി, പക്ഷെ ഇവരത് എന്തോ പുറത്തു കൊണ്ടുവന്നില്ല. അന്നെ കൊണ്ടുവരേണ്ടായിരുന്നു, കൊണ്ടുവന്നില്ല. അതൊക്കെ കൂട്ടി കണക്ട് ചെയ്തിപ്പോ എന്തൊക്കെയോ സംഭവം നടക്കുകയാണ്. പടംവരെയും മതമൊക്കെ ആയിട്ട് എന്തിനാ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂട്ടിക്കുഴക്കണമെന്ന് എനിക്കറിയില്ല.